അപ്പം അങ്ങനെ ഞങ്ങൾ താഴ്ത്തിറങ്ങി. ഞാൻ ഒത്തിരി പോയില്ല, നമുക്ക് ഇച്ചിരി പേടിയുണ്ടായിട്ട് ഇത്ര ധൈര്യം കൊടുക്കേണ്ട കാര്യമില്ല. പാറയാണ്, സേഫ്റ്റി ഇല്ല, നല്ല സേഫ്റ്റി ഇല്ല. നമ്മൾ താഴോട്ട് പോയി തലയിടിച്ച് അല്ലെങ്കിൽ കൈ ഇടിച്ച് മുറിയായിരിക്കും മൊത്തം. അവിടെ വരെ കയറി വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇതാ. ഞാൻ സൂം ചെയ്തെടുത്തത് ഇവിടുന്ന്. ഇതുണ്ടോ ഇത്ര വൈഡാ. അവിടെ നിന്നത് ചെറിയൊരു മനുഷ്യനിരിക്കുന്ന പോലെയാ. ഇതുവഴിയാണെങ്കിൽ കുറച്ചുകൂടെ ഇതുവഴി കയറിയിട്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഇതിന്റെ മേളിൽ അതുവരെ കയറി പോവാം. ഉണ്ടോ അവിടെ ഗ്യാപ്പുണ്ട്. എന്തായാലും ആൾക്കാർ ആ മേളിൽ പാറ പൊട്ടിക്കാൻ കയറി ഇതുപോലെ കയറുക ചെയ്തേ. കൊള്ളാട്ടോ, ഭയങ്കര സൂപ്പർ കിട്ടും. ബാ നീ സമയങ്ങളല്ലേ മണ്ണടിഞ്ഞ് മലയായിട്ടുണ്ട്. പക്ഷെ നല്ല അത്യാവശ്യം നല്ല പഴക്കമുള്ള കട്ട പിടിച്ചതാണോ? പഴക്കമുള്ള രാജാക്കാട്, ചെമ്മണ്ണാർ, രാജാക്കാട്, ബൈസംവാഴി, തേനി, തേക്കടി, ചൂരമുണ്ട്. അമ്പം തേനി എടുത്തോട്ടാണ് അത് ഇതാന്ന് പറയുന്നത്. അതുകൂടി കയറാൻ പറ്റിക്കാണല്ലോ. അതുകൂടി കയറാനൊക്കെ എളുപ്പമാണ്. ഈ വീട്ടിൽ പോകട്ടെ. പക്ഷെ ഇത് ദൂരെ കാണുമ്പോഴാണ് അത്രയും ചെങ്കുത്ത്. പക്ഷെ തേയിലത്തോട്ടം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരാ. വാ സമയമില്ല. അതിട്ട് കട കാണണ്ടേ? അനിശയുടെ ഇതാ, നീ അനിശയുടെ സമയം കളയും എന്നിട്ട് ബാക്കിയുള്ളവൻ്റെ തലയിൽ വെക്കും. അതെങ്ങനെയാ ബ്ലോഗർ വണ്ടി ഇടിച്ച് കത്തു. അങ്ങനെ നോക്കി വന്നില്ലെങ്കിൽ ഇത് ഒരു പാഠമാണ്. സേഫ്റ്റി നോക്കണം, എല്ലായിടത്തും സേഫ്റ്റി നോക്കണം നമ്മളല്ലേ. ഈ സൂര്യന്റെ ഈ സൈഡ് ഇതിന്റെ പേരാണ് ചുണ്ടങ്ങ. ചുണ്ടങ്ങ എന്ന് പറയും. ചുണ്ടങ്ങ കൊടുത്തിട്ട് ഈ സാധനം കറി വെക്കാൻ പറ്റും. കറി വെക്കാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ചുണ്ടങ്ങ. ഇത് കുറച്ച് തല്ലി ഇത് വെള്ളത്തിലിട്ട് വെക്കും. ഇട്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കവർപ്പുണ്ട്, ഒരു കട്ടുണ്ട്. അത് പോയി കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് അറിയാവുന്നൊരു കുരു കളയുള്ളിലെ വറുത്തരച്ച് കറി വെക്കാൻ നല്ലതാണ്. തൊലി കളയാം. ഉണങ്ങിയിട്ട് വറുത്ത് അതായത് മോരിന്റെ കൂടെ ഉപ്പും മോരും പിന്നെ മുളകും കൂടി ചേർത്തിട്ട് പിന്നീട് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് അത് വറുത്ത് നല്ല ടേസ്റ്റാണ്. പാവക്കേക്ക് ഉണങ്ങുന്ന പോലെ. ഇതെല്ലാം വ്ലോഗിലേക്ക് ആഡ് ചെയ്തു. ഇവിടെ ഈ കൺസ്ട്രക്ഷൻ ഒക്കെ വളരെ പറ്റുന്നുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ അല്ലേ നോക്കിയാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി അല്ല. ഇല്ല, ഇവിടെ ഗവൺമെന്റിന്റെ ഉണ്ട്, സ്ഥലമുണ്ട്. ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ പേരിലുള്ള സ്ഥലങ്ങളാണ്. അപ്പം അവിടെയാണെങ്കിലും ഇതിന് ഇതൊക്കെ നേരത്തെ നടന്ന കൺസ്ട്രക്ഷനെ അങ്ങനെ തന്നെ ഒരു വിട്ടേക്കുവാ. ഇതൊക്കെ മോടി പിടിപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ. പുതിയതായിട്ട് അവിടെ പുതിയ പണിയല്ലേ അത് ആ ഒരു ഒറ്റ നിലയൊക്കെ ഉണ്ടാവുള്ളൂ.